JEE Mains 2026 ഫേസ് 1-ൽ ജാനുവരി 22 നടന്ന എക്സാമിലെ ഷിഫ്റ്റ് 2-ലെ 25th ക്വസ്റ്റ്യൻ ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ ഈസ് ആക്ച്വലി അർഹെനിയസ് ഇക്വേഷൻ ആയിട്ട് കണക്ഷൻ ആണ്. എന്ന് പറഞ്ഞാൽ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ അർഹെനിയസ് ഇക്വേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ റിയാക്ഷൻ എന്താണ്? A reaction A changes to B, K1 ആണ്, and C changes to D, K2 ആണ്. Two reactions തന്നിട്ടുണ്ട്. If the rate constant K1 for AB reaction can be expressed by the equation log K is equal to 14.34 minus 1.5 into 10 raised to 4 divided by T K. And the activation for C to D is actually EA2 എന്ന് പറയുന്നത് 1/5 of reaction of AB ആണ്. That is actually EA1 ആണ്. Then value of EA2 in kilojoule per mole എന്നാണ് ചോദ്യം. സോ നമുക്കറിയാം ഈ ഒരു ഇക്വേഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ലോഗ് കെ ഈസ് ഈക്വൽ ടു ലോഗ് എ മൈനസ് EA ബൈ 2.303 R ഇൻറ്റു 1/T ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം EA1 ബൈ 2.303 R ഈസ് ഈക്വൽ ടു 1.5 into 10 raised to 4 എന്ന് എഴുതാം. ഓർ EA1 എന്നുള്ളത് എനിക്ക് എഴുതാം 1.5 into 10 raised to 4 into 2.303 into 8.314 എന്ന് എഴുതാം. ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു 28.72 into 10 raised to 4 ജൂൾ എന്ന് എഴുതാം. ഓർ EA1 ഈസ് ഈക്വൽ ടു 28.72 into 10 raised to 4 divided by 10 raised to 3 ജൂൾ എന്ന് എഴുതാം. ഓർ 287.2 കിലോജൂൾ എന്ന് എഴുതാം. ഓർ 287.2 കിലോജൂൾ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? EA2 എന്ന് പറയുന്നത് EA1 ഡിവൈഡ് ബൈ 5 ആണ്. അങ്ങനെയാണെങ്കിൽ EA1 എന്ന് പറയുന്നത് 287.2 divided by 5 എന്ന് എഴുതാം. Or that is actually 57.44 kilojoule എന്ന് എഴുതാം. ഇതാണ് ആക്ച്വലി നമുക്ക് EA2ന്റെ വാല്യൂ ആയിട്ട് കിട്ടുക. അപ്പോൾ റൗണ്ട് ഓഫ് ടു നിയറസ്റ്റ് ഇൻറ്റിജർ ആണെങ്കിൽ നമ്മുടെ ആൻസർ എന്ത് എഴുതാം? 57 എന്ന് എഴുതാം. സോ റൗണ്ട് ഓഫ് ടു നിയറസ്റ്റ് ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ ഈസ് ആക്ച്വലി 57 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് ഫോർമുല നേരിട്ട് തന്നിട്ടുണ്ട്, നേരിട്ട് സോൾവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. EA1 EA2 തമ്മിലുള്ള റിലേഷൻഷിപ്പ് തന്നിട്ടുണ്ട്. ഡയറക്ട്ലി സോൾവ് ചെയ്യുക ആൻഡ് ഫൈനൽ ആൻസർ വിൽ ബി 57. ഓക്കെ.